പാപം എന്താ? നിങ്ങൾ നേരെ കൊണ്ട് ഏതെങ്കിലും കണക്ട് ചെയ്യരുത് പാപത്തിന്. നോ, അതല്ല പാപം. റോമാലേഖനം 7-ാം അധ്യായം 8-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, പാപം എന്ന് പറയുന്നത് ന്യായപ്രമാണ സംബന്ധമായി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ് പാപം. അപ്പൊ ന്യായപ്രമാണവും നമ്മുടെ ജീവിതവും വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ന്യായപ്രമാണ സംബന്ധമായി നമ്മുടെ ജീവിതത്തിന് ഉണ്ടായിരിക്കുന്ന പോരായ്മകളെയാണ് പാപം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ന്യായപ്രമാണവും നമ്മളുടെ ജീവിതവും തമ്മിൽ ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായ കുഴപ്പങ്ങളും ദൈവം ആഗ്രഹിച്ച ആ ക്രമത്തിലുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറി ഇത്രയും വർഷം ജീവിച്ചു. നമ്മളിപ്പോൾ അച്ഛന് വിധേയപ്പെട്ട്, പാസ്റ്ററിന് വിധേയപ്പെട്ട്, ബൈബിളിന് വിധേയപ്പെട്ട്, പള്ളിക്ക് വിധേയപ്പെട്ട്, ഇങ്ങനെ മതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നത് ദൈവം ആഗ്രഹിച്ച ജീവിതക്രമമല്ല. ദൈവം ആഗ്രഹിച്ച ജീവിതക്രമം ആത്മാവിലെ ജീവിതമാണ്. അപ്പൊ അങ്ങനെ ക്രമം തെറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പള്ളി ക്രിസ്ത്യാനിയായി മതക്രിസ്ത്യാനിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രമം തെറ്റിയുള്ള ജീവിതം. അന്ന് യഹൂദന്മാരും മതത്തെ അനുസരിച്ച് ദേവാലയ ശുശ്രൂഷയും പുരോഹിതന്മാരുടെ ശുശ്രൂഷയും മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളും മതം പറയുന്ന ഉത്സവങ്ങളും യാഗങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് ജീവിച്ചതാണ് ദൈവം പറയുന്ന ക്രമം തെറ്റിയുള്ള ജീവിതം. അപ്പോൾ ആ ക്രമം തെറ്റിയുള്ള ജീവിതം വന്ന യഹൂദനും ഉണ്ടായിരുന്നു. അതേ മതത്തിന്റെ ഒരു പരിവേഷമാണ് ഇന്ന് ക്രിസ്തീയ മതവും. അപ്പൊ ക്രിസ്തീയ മതത്തിനകത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്നതിന് ക്രമം തെറ്റിയുള്ള ജീവിതമാണ്. അങ്ങനെ ക്രമം തെറ്റി ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന നിങ്ങളെയാണ് മരിച്ചവരെന്ന് ബൈബിൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും എന്താവശ്യമുണ്ട്? ഉയർപ്പ് ആവശ്യമുണ്ട്. സോ നിങ്ങൾ മരിച്ചവരാണ് എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കാത്തിടത്തോളം കാലം ബൈബിളിൽ പറയുന്ന ഉയർപ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരില്ല. അപ്പൊ യേശുവിന്റെ ഉയർപ്പ് എവിടെ നിന്നാ? ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ആൾക്കാർ അന്ന് യഹൂദന്മാരായിരുന്നു, ഇന്ന് നിങ്ങളാണ്. അപ്പൊ അവരുടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും അവർ മരിച്ചവരായിരുന്നു. ആ മരിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നാണ് യേശുവിനെ ഉയർപ്പിച്ചിരിക്കുന്നത്. അപ്പോ അപ്പോസ്തല പ്രവൃത്തികൾ 4:10 റോമർ 10:9 എഫേസ്യർ 1:20 പറയുന്ന മരിച്ചവർ എന്ന് പറയുന്ന കാറ്റഗറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അന്നാര? അന്നത്തെ യഹൂദ മത അനുസാരികൾ. ഇന്നാര? ഇന്നത്തെ ക്രിസ്തീയ മത അനുസാരികൾ. ഇവരാണ് ചത്തവർ, മരിച്ചവർ. സോ ഇവരുടെ ഇടയിൽ നിന്നാണ് യേശുവിന്റെ ഉയർപ്പ്. അന്ന് യഹൂദൻ മതത്തിന്റെ വ്യവസ്ഥയിൽ ജീവിച്ചപ്പോൾ അവരെ ചത്തവർ എന്ന് പറഞ്ഞതുപോലെ, മരിച്ചവർ എന്ന് പറഞ്ഞതുപോലെ, ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ മത ക്രിസ്ത്യാനികൾ തന്നെയാണ് മരിച്ചവർ, ചത്തവർ. അപ്പോൾ ആരാണ് മരിച്ചവർ എന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങളിത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും, ബൈബിൾ പറയുന്ന സത്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ധാർമ്മികത.